നോർമൽ യൂസിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ഇതിങ്ങനെ ഞെക്കാ മതി. പുറത്തേങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം. ഉടനെ ആ ഗ്രെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ വുഡ് ആണെന്ന് തന്നെ വിചാരിക്കും. എങ്ങനെ നിർത്താൻ പറ്റും? ഇതാണ് ഐമാക്സിൽ ഇപ്പൊ ഒരുപാട് പോകുന്നുണ്ട്. ടാറ്റയുടെ ജിയോ ഷീറ്റ് തന്നെയാണ്. അതെല്ലാ വിൻഡോസിനും മാത്രം നമ്മളിവിടെ ചെയ്യണം. ടാറ്റ മാത്രമേ ചെയ്യണം. കുറച്ച് ട്രഡീഷണൽ ടൈപ്പ് ആണ്. ഇത് തമിഴ്നാട് ഭാഗത്തും ഒക്കെ ഇങ്ങനത്തെ കൂടുതൽ അപ്സ്റ്റേറിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഭാഗത്തൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഏകദേശം എന്തായിരിക്കും റേറ്റ് വരുന്നുണ്ട്? ഇത് 9 രൂപ വരും. 9,000 വരും. ഇതൊക്കെ പോകാനുള്ള സാധനങ്ങളല്ലേ? ലോഡ് കയറാനുള്ള അല്ലേ? ഇതൊക്കെ ഐമാക്സ് ആണല്ലോ കൊടുത്ത 1 ലക്ഷത്തിന് മേലാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി വരും. എല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റും. വർക്ക് നമുക്ക് വരാറില്ല അല്ലേ? ഓക്കെ. കേരളത്തിന്റെ പുറത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്, അതും ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം. ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളാഞ്ചേരി കേട്ടോ. വളാഞ്ചേരിയുള്ള ഹസ സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസിലൊക്കെ വന്നിരിക്കുന്നത്. ഇവരുടെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇവരെ പ്രത്യേകത പറയുകയാണെങ്കിൽ ഇവർ ടാറ്റ സ്റ്റീൽ ഉപയോഗിച്ചിട്ടോ ഡോസും വിൻഡോസൊക്കെ ഉണ്ടാക്കുന്നത്. അതുമാത്രമല്ല ഇവർ കേരളത്തിൽ ഒട്ടുമിക്ക ഭാഗത്തും ഇവർ ഹോൾസെയിലായിട്ട് സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളത്തിന് പുറത്ത് ആന്ധ്ര, തമിഴ്നാട്, കർണാടക, ഡൽഹിയിൽ വരെ ഇവർ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് മൻസൂർ പറഞ്ഞൊരു നേരെ വീഡിയോയിൽ കിടക്കാം. മൻസൂറേ എന്തൊക്കെയാണ്? അടിപൊളിയല്ലേ? വലിയ രീതിയിൽ കുറെ സംഭവങ്ങൾ, കുറെ പണിക്കാർ കൂടിയിട്ടുണ്ട് അല്ലെ? ഒരുപാട് ബിസിനസ് കൂടിയിട്ടുണ്ട് അല്ലേ? കേരളത്തിന് പുറത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം, നമ്മളെ വീഡിയോസ് കണ്ട് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഇവർ കേരളത്തിന്റെ പുറത്ത് ഒരുപാട് ചെയ്യുന്നുണ്ട്, അതും ഹോൾസെയിൽ ആയിട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം എന്താന്നുള്ളത്. എന്താണ് ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് പുതിയ കുറെ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടല്ലോ അല്ലേ? വീഡിയോ ചെയ്തിട്ട് കുറച്ചായല്ലോ. പുതിയ മാർക്കറ്റിൽ പറഞ്ഞ പുതിയ ആക്സറീസ് ഒക്കെ നമ്മള് കൊണ്ടുവരാറുണ്ട്. അന്നത്തെ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം, ഇവിടേക്കുള്ള കറക്റ്റ് ലൊക്കേഷൻ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മള് ഡിസ്ട്രിക്ട് പറഞ്ഞ മലപ്പുറം വളാഞ്ചേരി. വളാഞ്ചേരി എന്നൊരു 7-8 കിലോമീറ്റർ അടിയൂർ പറഞ്ഞ സ്ഥലത്ത് എന്താണ് പറഞ്ഞു തന്നിരുന്നത്? സ്റ്റീൽ ഡോറും വിൻഡോസും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മാർക്കറ്റിൽ എന്ത് പുതിയ മെറ്റീരിയൽ വരികയാണെങ്കിൽ നമ്മൾ ഇതില് പുതിയ അപ്ഡേറ്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഓട്ടോ ലാച്ചറിന്റെ പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. ഓട്ടോ ലാച്ചർ ലോക്കാണ്. ഇപ്പൊ നമ്മള് വീട് ലോക്ക് ചെയ്തിട്ട് നമ്മള് പുറത്ത് പോയി വിൻഡോസ് ലോക്ക് ചെയ്യാൻ പറഞ്ഞാൽ പുറത്ത് ക്ലോസ് ചെയ്യാം. ഓട്ടോ ലാച്ച് എന്നാ പറഞ്ഞത്. ഇതുണ്ട്, ഇതിങ്ങനെ ഞെക്കാ മതി. പുറത്തേങ്ങനെ തള്ളി കഴിഞ്ഞാൽ ഹാൻഡിലായിട്ട് ഉപയോഗിക്കാം. ഉള്ളിൽ ക്ലോസ് ചെയ്യാൻ ഇതിൽ പിടിച്ചാൽ ഇങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ഹാൻഡിന്റെ പണി ഉപയോഗിക്കാൻ പറ്റും. ഇതിങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റും. ഇത് ഹാൻഡിലായിട്ട് അകത്തുനിന്ന് പിടിച്ച് വലിക്കാൻ പറ്റും. ഗ്ലാസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഒരു പിടുത്തുണ്ടാവില്ല. അതിന്റെ ഒരു ഹാൻഡിലായിട്ട് നേരത്തെ പരിചയപ്പെടുത്തിയാണ്. ഏത് ആംഗിളാണ് വെച്ചാല് ഐമാക്സിന്റെ കാര്യം പറഞ്ഞാൽ ഇതിന് വേറെ സ്റ്റോപ്പർ ഒന്നും വേണ്ട കാര്യമില്ല. ഇതിൽ തന്നെ നമുക്ക് ആവശ്യത്തിൽ അടഞ്ഞ് ഗ്ലാസ് പൊട്ടുന്ന വിഷയം ഒന്നും വരില്ല. ഏത് ആംഗിൾ വെച്ചാൽ ആംഗിൾ ആ ഏരിയയിൽ നമുക്ക് നിർത്താൻ പറ്റും. നമുക്ക് വെർട്ടിക്കലും ഐമാക്സ് ചെയ്തിട്ട് എങ്ങനെയും നിർത്താൻ പറ്റും. ഇതാണ് ഐമാക്സിൽ ഇപ്പൊ ഒരുപാട് പോകുന്നുണ്ട് അല്ലേ? എല്ലാവരും തോന്നുന്നത് നമ്മൾ ഇന്നാളൊരു വീട് കാണിച്ചാൽ അതിൽ 90% ഐമാക്സ് ഉപയോഗിച്ചാണ്. ഈ ഒരു ഡിസൈനിലൊക്കെ ചെയ്ത് വരികയാണെങ്കിൽ എത്ര മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും? ഇപ്പൊ ഈ ഒരു ഡിസൈനാണ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 13 റേഞ്ചിലെ വരും. 13,000 മുതൽ. അതിൽ പെയിന്റിംഗ് ഉണ്ടാവോ? പെയിന്റിംഗ് ഉണ്ടാവില്ല. നമ്മൾ അപ്പോക്സി പ്രൈമർ ഫിനിഷിലാണ് കൊടുക്കുക. പ്രൈമർ ഫിനിഷിലാണ് വരിക. അതിൽ പെയിന്റിംഗ് ഉണ്ടാവില്ല. കൂടുതലും കസ്റ്റമൈസ് ചെയ്യണം. കസ്റ്റമർ എങ്ങനെയാണോ പറഞ്ഞത് കസ്റ്റമേഴ്സിന്റെ കസ്റ്റമൈസ്ഡ് ആണല്ലേ? കൂടുതലും ആർക്കിടെക്റ്റിന്റെ വർക്ക് നമുക്ക് വരാറുള്ളത് അല്ലേ? ഓക്കെ. ഇത് നമ്മളൊരു നോർമൽ അല്ലേ? നോർമൽ സാധാരണ അല്ലേ? ഇതിനൊക്കെ എന്തായിരിക്കും സ്റ്റാർട്ടിങ് വരിക? ഇതിപ്പോ ചെയ്യാൻ 9,800. അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അതിന്റെ സ്റ്റാർട്ടിംഗ് റേറ്റ് പറയുന്നത് ഒരു 9,800 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് മാത്രം നമ്മൾ വെക്കേണ്ടി വരും. ഗ്ലാസ് മാത്രമേ നമ്മൾ വെക്കേണ്ടി ഉള്ളൂ. ബാക്കിയെല്ലാം റെഡി ആയിരിക്കും. ബാക്കിയെല്ലാം പണി കഴിഞ്ഞ് ജസ്റ്റ് ഗ്ലാസ് വെക്കുക, പെയിന്റ് ചെയ്യുക അല്ലെ? ഇത്ര മാത്രമേ ഇനി പണികൾ ഉണ്ടാവും. ഇപ്പൊ കാണിച്ച ഐറ്റം തന്നെയാണ് തോന്നുന്നത്. അതിലൊന്നും മാറ്റിയില്ല ഐറ്റം. ഇത് ലോക്ക് മാറ്റിയാണ്. ഇത് മെഷ് വരുന്നതാണ്. മോസ്കിറ്റോ മെഷ് വരുന്ന ടൈപ്പാണ്. ഡബിൾ ഇതായിട്ടാണ് മെഷ് വരുന്നുണ്ട്. ഇത് നമുക്ക് ഏതിലും കൊടുക്കാമല്ലോ. ഇത് ഫൈബർ അല്ലേ? ഇതാണ് ഫൈബർ മെഷ് ആണ്. ഇത് SS-ലും ചെയ്യാൻ പറ്റും അല്ലെ? ഇതാണ് ഒന്നുകൂടി വൃത്തി ഉണ്ടാകും അല്ലെ? മറ്റേങ്ങനെ കൂടുതൽ ഇങ്ങനെ തള്ളൊക്കെ ചെയ്യുമ്പോൾ ഫൈബർ മെഷ് ഇതൊരു വിൻഡോ ആണ്. അതും അടച്ച് തുറന്നിടാം. ഇതും മോസ്കിറ്റോ മെഷ് നമുക്ക് വേറെ പുഷ് ലോക്കാണ്. ജസ്റ്റ് ഒന്ന് തള്ളു. ഓക്കെ, അങ്ങനെ ഇതാക്കാൻ പറ്റും. ഇതിനാണെങ്കിൽ ഓട്ടോ ലാച്ച് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതാണ് ഓട്ടോ ലാച്ച് എന്ന് പറഞ്ഞാൽ. ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി, അടഞ്ഞോളൂ. ഇപ്പൊ ഈ മസ്കിറ്റോ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ എന്താണ് റേറ്റ്? മോസ്കിറ്റോ ഇത് ടോട്ടൽ വിൻഡോ വരുമ്പോൾ നമുക്കൊരു 17,000 രൂപ റേഞ്ചിൽ വരും. ഡബിൾ അതില് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്യാം. സൈസിലൊക്കെ ഇതാക്കിട്ട് നല്ലൊരു ക്വാളിറ്റിയിലാണ് ഒരു 17 അല്ലെ? അത്യാവശ്യം നല്ല ക്വാളിറ്റി ചെയ്യാൻ ഒരു 17 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അല്ലേ? സേഫ്റ്റി ഡോർ ആയിട്ട് നമുക്ക് അപ്സ്റ്റെയറിന്ന്
പുറത്ത് കറങ്ങാൻ കൊടുക്കുക. ആൾക്കാർക്ക് സാധാരണ ഒരു ഡോർ വെക്കും, പിന്നെ അതിന്റെ പുറത്ത് ഗ്രില്ല് ഇരുമ്പിന്റെ പട്ട സ്റ്റീലിന്റെ പട്ട വെക്കും. പിന്നെ പകരമായിട്ട് നമുക്ക് സ്റ്റീലിന്റെ ഡോർ തന്നെ ഒറ്റ ലോക്ക് ചെയ്താൽ ഹെവി ഡോർ തന്നെ ചെയ്തിട്ടുണ്ട്. പെയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോ എന്തൊന്നും മനസ്സിലാവില്ല. വുഡിന്റെ പെയിന്റ് എടുത്തു വുഡൻ ആ ഗ്രെയിൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വുഡാണെന്ന് തന്നെ വിചാരിക്കുള്ളൂ. അപ്പൊ ഇതിൽ നമുക്ക് ഏത് കളേഴ്സും ചെയ്യാലോ, പ്ലെയിൻ കളേഴ്സ് ഒക്കെ ചെയ്യാം. ഇത് ഏകദേശം ഇതില് ഫ്രെയിം ഡോറ് ലോക്ക് എല്ലാം ഹാൻഡിൽ ലോക്ക് നോർമൽ ഹാൻഡിൽ ലോക്കാണ്. ബുള്ളറ്റ് ലോക്ക് എല്ലാം ബുള്ളറ്റ് ലോക്ക് ആകുമ്പോൾ കുറച്ചും റേറ്റ് കൂടുതൽ ചെറിയൊരു മാറ്റം, ലോക്കിന്റെ റേറ്റിൽ ചെറിയൊരു മാറ്റം. ഇതെന്തായിരിക്കും നമ്മള് റേറ്റ് പറഞ്ഞത്? ഇത് 15 രൂപ. വിൻഡോ ആണോ ഗ്രിൽ ഡോറാണോ? സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഡോറാണ്. നോർമൽ യൂസിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വൈഡ് ആയിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ കൂടുതലായിട്ട് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് എവിടേക്ക് കൊടുക്കാനുള്ളതാണിത്? ഇത് നോർമലി നമ്മൾ കോർട്ട്യാർഡിലേക്ക് അധികം കോർട്ട്യാർഡ് ഉണ്ടല്ലോ, നമ്മൾ ആളിനൊക്കെ പുറത്തൊക്കെ ഒരു ഗാർഡൻ ടൈപ്പിൽ കോർട്ട്യാർഡ് ചെയ്യണം. ആ ഏരിയയിൽ കൊടുക്കാം, അതായത് ബാൽക്കണിയിൽ ചെയ്യാൻ പറ്റും. ബാൽക്കണിയിൽ ചെയ്യാൻ പറ്റും. ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിങ്ങനെ ആവശ്യത്തിനാണ് ഇതിങ്ങനെ നോർമൽ യൂസിന് ഇത് മാത്രം ഇവിടെ ലോക്ക് ചെയ്തുകൊണ്ട് അത് മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ വൈഡ് ആയിട്ട് സ്പേസ് ആണെങ്കിൽ ഒന്നിച്ച് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഇങ്ങനെ അടച്ചിട്ടല്ലേ ഇത്? ബുള്ളറ്റ് ലോക്കാണ് വരുന്നത്, യൂറോപ്പിടെ. പിന്നെന്താ പറയണത്? ഗ്രിൽ ഡോർ. ഇതിപ്പോ ഇതിന്റെ ഈ റോഡൊക്കെ മാറ്റാലോ അല്ലേ? ഇത് റോഡാണ്, പോളിഷ് റോഡാണ് വരുന്നത്. നിങ്ങൾക്ക് നമുക്ക് വേണമെങ്കിൽ സൈസും തിക്നെസ്സും കൂട്ടാം. ഒരു നോർമലി എത്ര മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഏകദേശം സൈസിൽ? 23,000 മുതലാണ്. 23 ഹൈറ്റ് വരും. കുറച്ച് ഹൈറ്റ് കൂടുതലാണ്, വീതിയും കൂടുതലാണ്. 120 വരുന്നുണ്ട്. ഇത് ഫ്രഞ്ച് ഇത് പീസ് ആയിട്ട് വരുന്നല്ലേ? അടിയിൽ നമ്മള് സിറ്റ് ഔട്ടിലൊക്കെ ചെയ്യുമ്പോൾ ചാരുടെ ഭാഗത്ത് ഗ്ലാസ് ബ്രേക്ക് ചെയ്യാൻ ചെയ്യണം. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ സ്റ്റീലാണെന്നൊന്നും മനസ്സിലാവില്ല. ഇപ്പൊ ഈ ഒരു വലിയ സൈസിലേക്ക് വരികയാണെങ്കിൽ ഇത് 9 രൂപ വരും, 9,000 വരും. നേരത്തെ കണ്ടത് പാർട്ടീഷൻ ആണ്. അതെ അതെ, ബാക്ക് ലോക്ക്. ഓക്കെ, നേരത്തെ കണ്ട 2 ഷട്ടർ ആയിട്ട് തുറക്കണമായിരുന്നു. ഷട്ടർ ഉണ്ടായിരുന്നു, 2 പീസ് ആയിട്ട് സിംഗിൾ ആയിട്ട്. ഇതിലും ഇവിടുന്ന് അങ്ങോട്ടുള്ള ഗ്ലാസ് കൊടുക്കും അല്ലേ? ഇത് 3 ഡോർ, ഇത് 2 ഡോർ ആണ് നമുക്ക് കണ്ടത്. 3 ഡോർ ഹൈറ്റ് 180 ഹൈറ്റ് വരുന്നതാണ്. റീപ്പർ ഡിസൈൻ ഉണ്ട്, ഗ്ലാസിന്റെ ഫ്രണ്ടിലൊരു ഡിസൈൻ വരുന്നത്. ഗ്ലാസ് വന്നു കഴിഞ്ഞാൽ ആ ഭംഗി മനസ്സിലാവുള്ളൂ. ഈ ഫ്രഞ്ച് വിൻഡോ ചെയ്യാൻ എന്ത് റേറ്റ്? ഇത് 15,000 അല്ലേ? ആവറേജ് സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. സൈസിനും ഡിസൈനും കണ്ടിട്ട് ചെറിയ മാറ്റം. ഇതിൽ കുറയോ? ഇല്ലല്ലോ, കൊറേ ഇതിപ്പോ 4:2 നമ്മൾ നോർമൽ പ്രൊഫൈലൊക്കെ ചെയ്യില്ല. അതിൽ നമുക്ക് 3:2 ചെയ്യാം. നമ്മളെ ക്വാളിറ്റി ടാറ്റയുടെ GI ഷീറ്റ് തന്നെയാണ്. അതെല്ലാ വിൻഡോസിനും മാത്രം നമ്മളിവിടെ ചെയ്യണം. ടാറ്റ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പൊ ടാറ്റന്റെ GI ഉപയോഗിച്ചിട്ടാണ് ഇവർ ചെയ്യുന്നത്. നമ്മൾ പ്ലെയിൻ ഷീറ്റ് ബെൻഡ് ആക്കിയിട്ട് ചെയ്യല്. ബെൻഡ് ആക്കുന്ന 4:2 ഉള്ളത് കോസ്റ്റ് കുറക്കണമെങ്കിൽ 3:2 അങ്ങനെ ഇതാക്കി ചെയ്യണം. അതിപ്പോ അത് നമുക്ക് 4:2 3:2 ആക്കുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. കാണാനുള്ള ചെറിയൊരു വ്യത്യാസങ്ങളോ ഇപ്പൊ ചെറുതായിട്ട് നമ്മൾ കൂടുതൽ സ്കൂളില് അങ്ങനെ കൊമേഴ്ഷ്യൽ പർപ്പസിനൊക്കെ പോകുന്നത് അതും ചെറിയ സൈസാണ്. കോസ്റ്റ് കട്ട് ചെയ്യാൻ പണി നടന്നാൽ മതിയല്ലോ. ഇപ്പൊ നമ്മള് വീട്ടിലേക്ക് ചെയ്യുമ്പോൾ കുറച്ച് വീതിയിലും ചെയ്യുമ്പോൾ അതിന്റെ ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നോർമല് ഒരു പാർട്ടീഷൻ വരുന്നുണ്ടായി. നമ്മൾ നോർമൽ ബെഡ്റൂമിലൊക്കെ രാത്രി കാറ്റുവാണെങ്കിൽ മുകളിലത്തെ ഇത് മാത്രം ഓപ്പൺ ചെയ്തല്ലോ. ഇത് തുറന്നിച്ചാൽ മതി അല്ലേ? ഒന്നിച്ച് തുറക്കേണ്ട കാര്യമില്ല. ഇത് ചെയ്യുന്ന സമയത്ത് എന്ത് വില വരും? 10,500. ഇത് നോർമല് റീപ്പർ വരുന്നത് ഗ്ലാസിന്റെ ഫ്രണ്ടില്. ഓക്കെ, പിന്നെ ഓട്ടോ ലാച്ച് കൊടുത്തില്ലേ? ഇപ്പൊ ഇതാണ് ഇപ്പൊ ട്രെൻഡ് അല്ലേ? ഇതിപ്പോ ഐമാക്സിൻസ് വരാത്ത ടൈപ്പാണ്. അതിൽ നമ്മള് സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കസ്റ്റമർ സ്റ്റോപ്പ് ഇടാൻ മറന്നു ജസ്റ്റ് ഓപ്പൺ ചെയ്ത് വെച്ചാണ്. ഒറ്റ കാറ്റിൽ ഇത് ക്ലോസ് ആവും. പിന്നെ ഇഷ്യൂ വരുന്നില്ല. ഇതിന്റെ പ്രൈസ് നമ്മൾ പറഞ്ഞായിരുന്നു. അതിന്റെ പ്രൈസ് ഇതൊക്കെ ഈ ഒരു സൈസിൽ ചെയ്യുകയാണെങ്കിൽ 12 രൂപ വരും. സൈസും റീപ്പറും ഒക്കെ അടക്കം ഒരു ആവറേജ് റേറ്റ് ആണ്. അത് ഫ്രഞ്ച് വിൻഡോ നമ്മള് മഞ്ചാരി വരുന്ന ടൈപ്പ്. മഞ്ചാരി എന്നൊക്കെ പറയാം. ഫ്രണ്ടിലേക്ക് വരുന്ന ടൈപ്പ് കുറച്ച് ട്രഡീഷണൽ ടൈപ്പാണ്. ഇത് തമിഴ്നാട് ഭാഗത്തുമൊക്കെ ഇങ്ങനത്തെ കൂടുതൽ കർണാടകയിലൊക്കെ ഒരുപാട് ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല ഇവർ ഹോൾസെയിൽ ആയിട്ട് കർണാടക, തമിഴ്നാട്, ആന്ധ്ര ഡൽഹി പല ഭാഗത്തും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സ്റ്റീൽ ഡോറ് വിൻഡോ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അസായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക. ഇവരെ പ്രൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ഇവരെ ഫാക്ടറി ഒന്ന് വന്ന് നോക്കുക. എല്ലാം കാണാം. കട്ടിങ്ങും പെയിന്റിങ്ങും എങ്ങനെ അവർ ചെയ്യുന്ന പണികളൊക്കെ കാണാൻ പറ്റും. അതിന്റെ ഫിനിഷിംഗ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ മൻസൂർ ഉണ്ടാവും, അതേമാതിരി ആബിദ് ഉണ്ടാവും. ഇതിന്റെയൊക്കെ എന്ത് പ്രൈസ് വരെയായിരിക്കും? ഇപ്പൊ ഇത് 5,000 വരണം. 5,000 ഈ സൈസ് തന്നെ വരുള്ളൂ അല്ലേ? വീഡിയോയിൽ നമ്മൾ ക്രോസ് ആയിട്ട് സ്ഥലം ചെറുതായിട്ടൊരു മനസ്സിലായി. അത് വീഡിയോ കാണുന്ന ആൾക്കാർക്ക് മനസ്സിലായി. കാണുമ്പോൾ സൗകര്യക്കുറവായതുകൊണ്ട് ഒന്നും കൂടി വൈഡ് ആയിട്ടില്ലേ? നോർമല് 150 വിട്ട് ചെയ്യാറ്. നോർമല് 3 നാളിലേക്ക് വരില്ല.
ഇതൊരു 170 ഇതിലാണ് വരുന്നത്. 20 സെന്റ് കൂടുതലായിട്ട് ഒന്നുകൂടി വൈഡ് ആയിട്ട് ചെയ്യണം. ഇതും കസ്റ്റമേഴ്സ് ഒക്കെ നമ്മൾ ട്രഡീഷണൽ വന്ന സൈസിനൊക്കെ ഒന്ന് മാറിയിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. സൈസ് മാറ്റിയിട്ട് വീതി കുറച്ച് നീളം കൂട്ടലൊക്കെ ആണ് ഇപ്പൊ ചെയ്യുന്നത്. ഇത് ഐമാക്സ് ഇഞ്ചസ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ഇത് അങ്ങനെ തന്നെയാണല്ലോ ഓപ്പൺ ആക്കുന്നത് അല്ലേ? ഇത് ഈ സൈസിലാണോ ചെയ്യുന്നെങ്കിൽ എന്ത് വില വരുന്നുണ്ടോ? സൈസ് ഐമാക്സ് ആകുമ്പോ 18 രൂപ റേഞ്ചിൽ 18,000 അല്ലേ? ഞാൻ ഐമാക്സ് ചെയ്യാണ്, ഞാൻ ഐമാക്സ് ചെയ്യുള്ളൂ. ഐമാക്സ് ആണ് ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലിയും കസ്റ്റമേഴ്സിന് ഇത് കാണുമ്പോൾ നമുക്ക് പുറത്ത് ഇഞ്ചസിന്റെ ഒന്നും വരില്ല. നോർമൽ ഇഞ്ചസിന്റെ ഇഞ്ചസ് പുറത്തിന്റെ അതെ ഇങ്ങനെ ഒരു സംഭവം നോർമൽ ഇഞ്ചസ് ചെയ്യുന്ന സമയത്ത് ബട്ടർഫ്ലൈ ഇഞ്ചസ് നമ്മൾ ചെയ്യില്ല, രണ്ടും നമുക്ക് പുറത്ത് കാണും. ഇത് അതാണ് അതിന്റെ ഒരു ഭംഗിയില്ലേ? അത് ഞാൻ പറയാൻ ഒരു ഭംഗിയുണ്ട് കാണാം. കാരണം ഇതിന്റെ ഉള്ളിലാണ് ഇഞ്ചസ് പോയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല നമുക്ക് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഏത് പൊസിഷനിലാണ് വേണ്ടി വെച്ചാൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ടെൻഷൻ ഇല്ല. അതേമാതിരി അടച്ചു കൊടുത്താൽ മതി. ഐമാക്സിന്റെ അതേ പാറ്റേണിൽ ചെയ്തതാണ്, പക്ഷെ ഐമാക്സ് അല്ല. നമ്മള് സ്റ്റോപ്പർ ഇത് വെച്ചിട്ടാണ് ചെയ്യാം. നോർമല് ഇഞ്ചസാണ്. ഇത്രയാണ് ഈ നോർമലി ചെയ്യുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് കിട്ടുള്ളൂ. മറ്റേ അങ്ങനെ വെച്ചിട്ട് ആ ആംഗിളിൽ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ നമ്മളിത് പൊന്തിച്ച് കൊടുത്ത് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഇത് വേണം. ജസ്റ്റ് ഒന്ന് പൊക്കി വെച്ചാൽ മതി. ഏത് ഭാഗത്താ വേണ്ടി അവിടെ വെച്ച് അവിടെ നിന്നോളൂ. ഇതിന് റേറ്റ് കുറച്ച് കുറയല്ലോ ഇത് ചെയ്യുകയാണെങ്കിൽ? മാറ്റം വരും. അപ്പൊ ഇതെന്ത് വരേക്കും വരുന്നത്? റേറ്റ് 16 രൂപ. 16 രൂപ കറക്റ്റ് അല്ല. ആ റേഞ്ച് ഏകദേശം നമ്മളിത് പറയുന്നത് കറക്റ്റ് പക്കാല്ലോ. ഒരു ആവറേജ് ആ റേഞ്ച് വെച്ചിട്ടാ പറയുന്നത്. കാരണം നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടാണ്. നമുക്ക് ആ വിൻഡോ ചെയ്യുമ്പോൾ അപ്പൊ അതൊക്കെ ഈ പ്രൈസ് തന്നെയാണ് സ്റ്റീലിന്റെ റേറ്റ് കൂടും കുറയ്ക്ക് ചെയ്യും. ടൈമിലുള്ള ചില ഡിഫറൻസ് വരും. നോർമലി വെന്റിലേഷൻ ടൈപ്പ് അല്ലെങ്കിൽ കിച്ചണിലൊക്കെ ചെയ്യുന്ന ടൈപ്പ് ചെയ്യാൻ പറ്റില്ലേ? ഇത് പട്ടിങ് കമ്പിയാണ് അല്ലേ? നമ്മളിപ്പോ കാണിച്ചത് അധികം 3/4 ഇഞ്ച് സ്ക്വയർ ട്യൂബ് ആണ്. ഇത് നമ്മൾ പണ്ട് കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പട്ടയം കമ്പിയാണ്. ഇതിപ്പോൾ ആളുകൾക്ക് ഒരു വിശ്വാസം തന്നെയാണല്ലേ? സേഫ്റ്റി കൂടുതൽ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇതിൽ 2 ബട്ടൺ വരുന്നത്. നമ്മൾ നോർമലി 3 ബട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ? 3 വെച്ചിട്ടാണ് നോർമൽ ചെയ്യാറ്. ഭംഗി 2 അത് അവരെ ഓരോ ആർക്കിടെക്ടിന്റെ ഓരോ കൺസെപ്റ്റ് ആണ്. അവര് തരുന്ന ഡ്രോയിങ് അനുസരിച്ചിട്ട് ഇവരെ മെയിൻ വർക്കുകൾ മുഴുവനും വരുന്നത് ആർക്കിടെക്ടിന്റെ പണികളാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് അൺസൈസ് ആണ് ഒരുപാട് ചെയ്ത പണികളൊക്കെ അതാണ്. അപ്പം എല്ലാവർക്കും അതിൻ്റെതായ ഡിസൈൻ. ഈ ഒരു സാധനം ഒരാളെ ചെയ്യുള്ളൂ അല്ലെ? വേറെ ആർക്കും ചെയ്യും. ഇപ്പൊ 2 ആവാം 3 ആവാം 1 ആവാം അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരും. സ്ക്വയർ ആവാം അങ്ങനെ അല്ലാണ്ട് നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടൊന്നും ചെയ്ത് വെക്കാറില്ലല്ലോ? ഇല്ല, നമ്മൾ സ്റ്റോക്ക് അധികം ചെയ്യാറില്ല. ഇവര് സ്റ്റോക്ക് വെക്കുന്നില്ല, റെഡി ആയിട്ട് നിങ്ങൾ വന്ന് കൊണ്ടുപോകാനുള്ള കസ്റ്റമർ വന്നാൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. അധികം നോർമൽ സൈസ് ആണ്, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ചെയ്യണ ഇങ്ങനത്തെ സൈസ് അല്ല കൂടുതൽ ചെയ്യാറ്. വലിയ കസ്റ്റമേഴ്സ് വലിയ വിൻഡോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇവിടെ വേറെ പുറത്തൊരു അടിപൊളി ഐറ്റം കിടക്കുന്നുണ്ടല്ലോ. ഇത് എന്തിനു ചെയ്താണിത്? ഇത് കോർണർ വിൻഡോ ആണ്. വീടിന്റെ കോർണറിൽ ചെയ്യാൻ പറ്റുന്ന വിൻഡോ. കോർണറിലേക്കുള്ള വിൻഡോ അല്ലേ? 2 സൈഡിലും ഈ ഒരൊറ്റ ഫ്രെയിം തന്നെ അത് കഴിഞ്ഞു. അവിടെ ഒന്ന് കൊടുത്തു, ഇവിടെ കൊടുത്തു, എല്ലാ സൈഡിലും 2 സൈഡിലും വിൻഡോ ആയിട്ട് വരും. കുറച്ച് ഹെവി ആയിട്ട് ചെയ്യണം അല്ലേ? അപ്പം എഡ്ജിൽ മാത്രം കുറച്ച് വീതി കൂടുതൽ കൊടുക്കണം. ഇങ്ങനെ ഈ ഒരു ടൈപ്പിലാണ് ചെയ്യണമെങ്കിൽ എന്ത് വില വരും? 11 രൂപ വരെ. 11,000 അല്ലേ? ഇത് ഓർഡറിലാണോ? അത് ഓർഡറിലാണ്. കോർണർ വിൻഡോ. ഇതിപ്പോ എത്ര? 4-5 വിൻഡോ ഉണ്ടാവും അല്ലേ? അത് അടിയില് 4 കള്ളി, മുകളില് ഐമാക്സ് കൊടുത്തല്ലേ? ഐമാക്സിൽ കൊടുത്ത വൈറ്റ് പെയിന്റ് ചെയ്ത് വെച്ചാണെന്നുള്ളൂ. ഇത് പ്രൈമർ ആണല്ലോ? ഇത് പ്രൈമർ ആണ്. ചില കസ്റ്റമേഴ്സിന് ഇത് കഴിഞ്ഞിട്ട് വർക്ക് കഴിഞ്ഞിട്ട് വൈറ്റ് പെയിന്റ് അടിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട്. അവർക്ക് നമ്മൾ പ്രൈമർ തന്നെ വൈറ്റ് അടിച്ച് കൊടുക്കാം. അവർക്ക് പെട്ടെന്ന് കവറിംഗ് ആവും. അവർ അതും പറയൂലേ? അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ചെയ്യാൻ പോണ പെയിന്റിന്റെ കളറും കൂടി പറയുകയാണെങ്കിൽ ആ പ്രൈമർ നിങ്ങൾക്ക് അങ്ങനെ അടിച്ചു കൊടുക്കാൻ പറ്റൂലേ? അതെ. അപ്പൊ അവർക്ക് പെയിന്റ് ചെയ്യുന്ന ടൈമിൽ കസ്റ്റമർ വൈറ്റ് ആണ് ഇതിന്റെ മുകളിൽ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വൈറ്റ് പ്രൈമർ അടിച്ചു. സ്ഥിരമായിട്ട് ആർക്കിടെക്ട് കാര്യങ്ങളുണ്ട്. കസ്റ്റമേഴ്സ് ഉണ്ട്, ആർക്കിടെക്ട് ഉണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് അവരൊക്കെ വൈറ്റ് ആണ്. നമ്മൾ ആദ്യം അവർ ഇൻഫോം ചെയ്യും. പ്രൈമർ വൈറ്റ് ചെയ്താൽ ഇതിപ്പോ ഈ 4 വിൻഡോ അതെല്ലാം കൂടി ആയിട്ട് ഒരു ഏകദേശം എന്ത് റേറ്റ് ആയിരിക്കും വരുന്നുണ്ടാകാം? ഒരു 18,000 റേഞ്ചിലാണ്. 18,000 റേഞ്ചിൽ ചെയ്യാൻ പറ്റൂലേ? ഇതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓർഡർ ആണല്ലേ? പോകാനുള്ളതാണല്ലോ ഇത്? അത് പോകാനാണ്. ആർക്കിടെക്ടിന്റെ ഒരു വർക്കാണ്. വീടിന്റെ മുകൾ അപ്സ്റ്റെയറിലൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഭാഗത്തൊക്കെ ചെയ്യണമെങ്കിൽ ഇതൊക്കെ ഏകദേശം എന്തായിരിക്കും റേറ്റ് വരുന്നുണ്ടാക്കുക? ഇതൊക്കെ ചെയ്തു തരാം. അത് കുറച്ച് ചെലവ് കൂടുതലായിരിക്കും അല്ലേ? അതൊരു 22 രൂപ റേഞ്ചിൽ വരും. 22,000 തീർക്കാൻ പറ്റും. ഇതിങ്ങനെ തുറന്നാലുണ്ടാവുക. ഇത് ക്ലോസ്ഡ് ആണ്.
ഇത് രണ്ട് സൈഡ് ഓപ്പൺ അല്ലേ? ഓപ്പൺ ആണ്. ഇത് രണ്ട് സൈഡ് ഓപ്പൺ ആക്കാൻ പറ്റും. നമ്മൾ പറഞ്ഞ മുഴുവനായിട്ട് നിങ്ങൾ ടാറ്റന്റെ പ്രൊഫൈലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഈ മെയിൻ സംഭവങ്ങൾ ഫുള്ള് ടാറ്റയുടെ അതുപോലെ പാളി വരുന്നത് ഷട്ടറിന്റെ പാളിയും പേപ്പർ ലൂവർ കാര്യങ്ങളൊക്കെ ടാറ്റാണ് വരിക. അതുപോലെ ഇത് നമ്മള് കമ്പി വരുന്നത് ഇത് അപ്പോളോ വരിക, പൈപ്പ് അപ്പോളോ വരിക. ഇഞ്ചസ് ഹുക്സ് കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് എസ് എസ് ലാണ് വരുന്നത്. ഐമാക്സ് ഇഞ്ചസ് ഇതൊക്കെ എസ് എസ് ലാണ് ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ഡെലിവറി കാര്യങ്ങൾ അതൊക്കെ എങ്ങനെയാണ്? ഒരു വീടിനുള്ള ഓർഡർ ആണെങ്കിൽ നമുക്ക് സൈറ്റ് ഡെലിവറി ആണ്, സൈറ്റിൽ എത്തിച്ചു കൊടുക്കും. ഒരു 1000 സ്ക്വയർ ഫീറ്റിലെ വീടൊക്കെ ആണെങ്കിൽ എന്ത് വരും? 1 lakh 1.5 lakh 1 ലക്ഷത്തിന് മേലെ എന്തായാലും വരും അല്ലേ? നമ്മുടെ കേരളത്തിന്റെ അകത്താണ് 1 ലക്ഷത്തിന് മേലാണെങ്കിൽ ഫ്രീ ആയിട്ട് ഡെലിവറി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കാൻ പറ്റുമല്ലോ അല്ലേ? 1-2 പീസ് കൊറിയർ ചെയ്ത് കൊടുക്കും അഡ്രസ്സിൽ. അയച്ചു കൊടുക്കാൻ പറ്റില്ല അല്ലേ? ഓക്കെ. ഇതൊക്കെ എങ്ങോട്ടുള്ളതാണ്? ഇതൊക്കെ ചെയ്ത് വെച്ചാണ് ചെയ്തിട്ട് ലോഡ് കയറാനുള്ളതാണ്. ഓക്കെ. ഇതൊക്കെ നമ്മൾ പറഞ്ഞാൽ അതാണ് ബാവിന്റെ നമ്മൾ നേരത്തെ ഫോർവിൻഡോ ഉണ്ടല്ലോ, 2 സൈഡിൽ വരുന്ന ബാവിൻഡോ. ഇതാണ് ബാവിൻഡോ എന്ന് പറയുമ്പോൾ നമ്മള് ബെഡ്റൂം എന്നൊക്കെ ഒരു വിൻഡോസ് കുറച്ച് പുറത്തേക്ക് തള്ളിച്ചു ഇവിടെ കൊടുക്കും. ഇതൊക്കെ ഐമാക്സ് ആണല്ലോ കൊടുത്ത്. ഇതൊക്കെ വേറെ വലിയ സൈസ് ആണല്ലേ? ഇത് മുക്കാൽ ഇത് പോളിഷാർഡ് 12mm റൗണ്ട് പോളിഷാർഡ് വരാൻ ടൈപ്പ്. നമ്മളിവിടെ സൈസ് കുറവായണ്ടേ ഷിഫ്റ്റ് ചെയ്യണം പറഞ്ഞു ഒഴിഞ്ഞ പ്രദേശത്ത്. അവിടുന്ന് ഒരു 2 കിലോമീറ്റർ ഉള്ളൂ, ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു കുന്നിൻ മോളൊക്കെ ഒരു ഒഴിഞ്ഞ മാറാം, നൈറ്റിൽ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു മാറുള്ളൂ. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാരുടെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാണ്ടോ? പ്രത്യേകിച്ച് നമ്മൾ നല്ല ക്വാളിറ്റിയിൽ അല്ല, അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. സ്റ്റീൽ വിൻഡോ എല്ലാം സ്റ്റീൽ ഡോർ ഒക്കെ ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണ് ഹസ. അപ്പൊ ഹസയായിട്ട് നമ്മളിപ്പോ എനിക്ക് തോന്നുന്നു 2-3 വർഷത്തെ പരിചയം ഉണ്ടാവും. അവര് വളർന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ഇപ്പം പുതിയ അല്ലേ വലിയ ഷിഫ്റ്റ് ചെയ്യാണ് ഇവര് പണി സ്റ്റാർട്ട് ആയി. സ്ഥലത്തിന്റെ പരിമിതിയും കാര്യങ്ങളൊക്കെ. അപ്പൊ നമ്മള് ബെൻഡിങ് തന്നെ വേറെ സ്ഥലത്ത് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. നമ്മള് യൂണിറ്റും ബെൻഡിങ് സെക്ഷനൊക്കെ എല്ലാം കൂടെയാണ്. അപ്പൊ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ക്വാളിറ്റിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് നിർത്തല്ലേ? അപ്പൊ അങ്ങനെ ആക്കാം. ശരി, നാളെ കാണാം.